ഹായ് എല്ലാ കൂട്ടുകാർക്കും അച്ചസ് ഫ്ലേവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു സൈഡ് ഡിഷിന്റെ റെസിപ്പി. അതായത് നമ്മുടെ വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ടെന്നൊക്കെ പറയുന്നതും പിന്നെ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചെറുപയറും കൂടെ എങ്ങനെയൊന്ന് അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴേൻ്റെ ചുണ്ട് വെച്ചിട്ടുള്ള ചെറുപയറും വെച്ചിട്ടുള്ള ഒരു തോരന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞെടുക്കണം. പിന്നെ ഈ ചെറുപയറൊന്ന് ഉപ്പിട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാമോളം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഇതൊന്ന് അരിഞ്ഞെടുക്കാം. വാഴേൻ്റെ കൂമ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിറയെ കറയുണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 5 ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10-15 കുരുമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴേൻ്റെ കൂമ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റോളം വേവിക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് മൂടി തുറന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് കൂടെ മൂടി വെച്ചിട്ട് ഒന്ന് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം നന്നായി വെന്തോന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വേവിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കിയെടുത്ത തേങ്ങേൻ്റെ അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. 5 മിനിറ്റ് ചെറിയ തീയിൽ.
ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പും ചെറുപയറും വെച്ചിട്ടുള്ള തോരൻ ഒരു സെർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു ഡിഷാണ്. നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചുണ്ട് അല്ലെങ്കിൽ വാഴക്കൂമ്പും ചെറുപയറും വെച്ചിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.